ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പിൻ്റെ ഒരു കൃഷി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ തന്നെ നട്ട് വളർത്തുന്നതാണ്. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കമ്പ് കുഴിച്ചിട്ടിട്ട് ഏകദേശം നല്ല ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 വർഷമൊക്കെ കൂടുന്നേരം ഇത് വലുതാവുന്നതിനനുസരിച്ച് നമ്മളെ ഗ്രോ ബാഗ് മാറ്റി കൊടുക്കണം. നല്ല വലിയ ചാക്കിലൊക്കെ ആക്കി മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ വളങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ നമ്മളിപ്പം 2 വർഷമൊക്കെ ആയിട്ട് നന്നായിട്ട് വലുതായി വന്ന ഒരു കരിമ്പൻ തൈനെ നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓൾറെഡി 2 എണ്ണം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഗാർഡനിങ് സോയിൽ, മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടി, അതൊക്കെയാണ് നമ്മൾ ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് 2 തൈകളും കൂടി ഉണ്ട് ഇതുപോലെ മാറ്റി വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു തരാം. കൂടാതെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു കമ്പെന്ന് പറയുന്നത് നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തിയത്. അത് നമ്മളിതുപോലത്തെ ഒരു ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടാണ് ഉള്ളത്. കണ്ടില്ലേ, നല്ല വലുപ്പത്തിൽ നല്ല കട്ടിയിൽ തന്നെ തണ്ടുണ്ടായി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് വളർത്തി കൊടുക്കുന്നതാണ്. ഈ ഒരു പന്തലിലാണ് നമ്മൾ മറ്റ് കൃഷികളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പയർ, കോവക്ക, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്, കയ്പ, അങ്ങനെയുള്ള ഒട്ടുമിക്ക കൃഷികളും നമ്മളിങ്ങനെ വളർത്തുന്നുണ്ട് പന്തലിട്ടിട്ട്. ഇത് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു അവോക്കാഡോൻ്റെ തൈയായിരുന്നു. ചെറിയ തൈയായിട്ട് നമ്മൾ മേടിച്ചായിരുന്നു. ഇപ്പം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഏതാണ്ട് അത് മാറ്റി നടാനൊക്കെ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അത് വലിയൊരു ചാക്കിലേക്കോ അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തേക്കോ നിലത്തോ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു അവോക്കാഡോൻ്റെ തൈയും കൂടെ ഉണ്ട്. ഒന്ന് നമ്മൾ വിത്തിട്ടിട്ട് മുളപ്പിച്ചെടുത്താണ്, ഒന്ന് നമ്മൾ തൈയായിട്ട് തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷോപ്പിൽ നിന്ന് മേടിച്ചെടുത്തതുമാണ്. അങ്ങനെ 2 എണ്ണമാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ കരിമ്പ് മാറ്റി നടുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 കരിമ്പിൻ്റെ തൈകൾ. ഏകദേശം കുറച്ച് വലിപ്പം വന്നിട്ടുണ്ട്. നന്നായിട്ട് വേരുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗ്. ഒരു 3-4 ഗ്രോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഗാർഡനിങ് സോയിൽ, ചാണകപ്പൊടിയൊക്കെയാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വളപ്രയോഗത്തിന് നമ്മൾ അടുക്കള വേസ്റ്റൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മാസം കൂടുമ്പോൾ വളപ്രയോഗം നടത്താറുണ്ട്. ഇത് പോട്ട് വെക്കുന്ന നേരത്ത് വളപ്രയോഗം നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചാണകപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തും കൂടി നമ്മൾ ബാക്കി പോട്ട് മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോട്ട് സെറ്റാക്കി എടുക്കാം. ടെറസിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ നല്ല വെയിലും കിട്ടും. പിന്നെ വേനൽ സീസണിലൊക്കെ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം എന്ന് മാത്രം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ വീട്ടിൽ തന്നെ കരിമ്പോളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ പോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു സ്ഥലത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു കരിമ്പ് വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നല്ല വെയിലത്ത് തന്നെ ഇത് വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുകയും വേണം. പിന്നെ ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു 3 മാസം കൊണ്ട് തന്നെ ഇത് നല്ല ഹൈറ്റിൽ വളർന്നു വരുന്നതായിരിക്കും. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൽ നിന്ന് തൈകളുണ്ടാവും. അങ്ങനെ ഒരു 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് വിളവെടുക്കാം. പിന്നീട് അത് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി കുഴിച്ചിടുകയൊക്കെ ചെയ്യാവുന്നതാണ്. 2-3 തവണയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രോ ബാഗ് മാറ്റിയിട്ട് പുതിയ ഗ്രോ ബാഗ് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ കരിമ്പ് കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.